പ്രിയരെ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ശശികലാസ് ബ്ലോഗ്സിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വിഷയം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കലയും കലാകാരനും. കലയെ പ്രണയിക്കുന്ന ഒരു കലാകാരനെ, കലയുടെ ലോകത്ത് സഞ്ചരിക്കുന്ന, മറ്റുള്ളവർക്ക് വഴികാട്ടിയായിട്ട് കൈപിടിച്ച് അവരെ ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു കലാകാരൻ. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടുകയും അദ്ദേഹം സഞ്ചരിച്ച വഴികളിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുവാനുമാണ് എൻ്റെ ശ്രമം. ഇത് ശ്രീ ജോയ് കെ മാത്യു. അദ്ദേഹം എൻ്റെ നാട്ടുകാരനും കൂട്ടുകാരനുമൊക്കെയാണ്. അതായത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലെ തൈക്കാട്ടുശ്ശേരിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. എന്നാൽ അദ്ദേഹം കുടുംബസമേതം ഇന്ന് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിലാണ് താമസിക്കുന്നത്. അപ്പോൾ വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരികയും ഒക്കേഷണലായിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു പോരാറുള്ള ഒരു സുഹൃത്താണ് ശ്രീ ജോയ് കെ മാത്യു. അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച തനിക്ക് തൻ്റെ കർമ്മപാതയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായ ചെറുതും വലുതുമായ കഷ്ടപ്പാടുകൾ, അതിലൂടെ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കലാവഴികൾ, കുറേയധികം കുട്ടികളെ കലയുടെ വഴിയിൽ പരിശീലനം നടത്തി കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു പോരുന്ന ഉദ്യമങ്ങൾ, അങ്ങനെ ഒട്ടനേകം സ്റ്റോറീസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രദേശമായ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും അവിടെ നിന്ന് സഞ്ചരിച്ച യാത്രകളിലൂടെ, ചെറിയൊരു ദ്വീപാണ് തൈക്കാട്ടുശ്ശേരി, അതായത് പല പഞ്ചായത്തുകളുടെയും സമന്വയം എന്ന രീതിയിലുള്ള ചെറിയ ഒരു ദ്വീപ്, അവിടെ നിന്നും താണ്ടി വലിയ വലിയ പ്രദേശങ്ങളിൽ, വലിയ വലിയ അന്തർദേശീയ രാജ്യങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാൻ ആ ഒരു ജീവിതയാത്ര, അവയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു പ്രദേശമായ സ്വദേശമായ തൈക്കാട്ടുശ്ശേരി എന്ന ചെറിയ ദ്വീപിൽ നിന്നും അദ്ദേഹം താണ്ടിയ വഴിത്താരകൾ നോക്കിയാൽ അത് ശരിക്കും വലിയ വലിയ കഥകൾ ഉണ്ടാകും അദ്ദേഹത്തിന് പറയാനായിട്ട് തന്നെ. അപ്പോൾ നോവിൻ്റെ, അതേപോലെ തന്നെ കഷ്ടപ്പാടിൻ്റെ എല്ലാം കഥകളായിരിക്കും അതെല്ലാം. തിരസ്കാരത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ, സന്തോഷത്തിൻ്റെ, അഭിമാനത്തിൻ്റെയൊക്കെ കഥകൾ അതിനകത്തുണ്ടാകും. പറഞ്ഞുവല്ലോ, തൈക്കാട്ടുശ്ശേരി എന്നത് വേമ്പനാട്ട് കായലാൽ 4 വശവും ചുറ്റപ്പെട്ട 4 പഞ്ചായത്തുകളുള്ള മനോഹരമായ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അരുക്കുറ്റി, പാണാവള്ളി, തൈക്കാട്ടുശ്ശേരി, വള്ളിപ്പുറം എന്നിവ ഉൾപ്പെടുന്ന ഒരു ദ്വീപാണ്. അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ജനനവും സ്കൂൾ പഠനവും. അപ്പോൾ അവിടെ തൈക്കാട്ടുശ്ശേരിയിൽ പഠിക്കുന്ന സമയത്ത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം മുതൽ കലയോടുള്ള താല്പര്യം തുടങ്ങി. അതിനുള്ള കാരണക്കാർ എന്ന് അദ്ദേഹം വിശ്വസിച്ചു പോരുന്നത് അദ്ദേഹത്തെ സ്കൂൾ ജീവിതത്തിൽ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ജപ്പാസി സിസ്റ്ററും പനത്തറ വർഗീസ് സാറുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലയളവിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ് കലാപരമായ വഴിയിലൂടെ സഞ്ചരിക്കണം, കലാപരമായ ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ടു നടന്നു. എന്നിട്ട് 8ാം ക്ലാസ്സിലെത്തിയതോടെയാണ് സിനിമാ മോഹം മനസ്സിൽ ഉദിച്ചത്. അപ്പോൾ ഈ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണ്, അതുപോലെ തന്നെ പ്രൊഡ്യൂസറാണ്, അതുപോലെ തന്നെ സംഭാഷണം, തിരക്കഥ എഴുതുന്നയാളാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ കലാമേഖലകളിൽ പ്രവർത്തിച്ചു പോരുന്ന ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കലാപരമായ കഴിവുകൾ എന്ന് തൊട്ടാണ് ഇങ്ങനെ ഒരു മോഹം. 8ാം ക്ലാസ്സിലെത്തിയതോടെ സിനിമാ മോഹം മനസ്സിലുദിച്ചു. പക്ഷേ അവിടേക്കുള്ള വഴി കാട്ടിത്തരാനായിട്ടോ അദ്ദേഹത്തിന് കൂടെ ആരുമുണ്ടായിരുന്നില്ല, ബന്ധത്തിൽപ്പെട്ടവരാരും തന്നെ കലാരംഗത്തുണ്ടായിരുന്നില്ല. എന്നിട്ടും കലയോടുള്ള ശ്രമം, അവിടെ എവിടെയെങ്കിലും എത്തിച്ചേരണം, സിനിമയോടുള്ള അദമ്യമായ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഇരിക്കെ വീടിനടുത്തുള്ള പരമുച്ചേട്ടൻ്റെ ചായക്കട, അദ്ദേഹത്തിൻ്റെ ചായക്കടയിലെ കേരള കൗമുദി പത്രത്തിൽ വന്നൊരു വാർത്ത അതിതായിരുന്നു: ചെന്നൈയിലും പാലക്കാടുമുള്ള പ്ലാസ പിക്ചേഴ്സിൻ്റെ പുതുമുഖ നായകന്മാരെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ടു. യോഗ്യതയുണ്ടോ ഇല്ലതയോ എന്നൊന്നും നോക്കാതെ തന്നെ, എന്താണെന്ന് പോലും അറിയാത്ത ഞാൻ അതിനൊരു റിപ്ലൈ കിട്ടാൻ വേണ്ടി അവർക്കൊരു കത്തയച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിന് മറുപടി കിട്ടി. എത്രയും പെട്ടെന്ന് പാലക്കാട് ഓഫീസിലെത്തുക എന്നതായിരുന്നു. അപ്പോഴോ പിന്നീട് ഒന്നും ചിന്തിച്ചില്ല. വീട്ടിൽ നിന്നും അനുവാദം വാങ്ങി നേരെ തൈക്കാട്ടുശ്ശേരി സ്വദേശത്ത് നിന്നും നേരെ പാലക്കാട് യാത്ര. അതിൻ്റെ ഉടമയായ പ്ലാസ ബഷീറിനെ പോയി കണ്ടു. ബഷീർ കുറേ ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അഭിനയിക്കാൻ ആവശ്യപ്പെട്ടു. അവസാനം എങ്ങനെയോ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടോ ആ പ്രോജക്റ്റ് നടക്കാതെ പോയി. വലിയ മോഹത്തോടു കൂടിയാണ് പോയത്, പ്രതീക്ഷയോടുകൂടി പോയി തിരിച്ചു പോന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ പ്രോജക്റ്റ് നടന്നില്ല.
പക്ഷേ അന്ന് ആ ബഷീറിക്ക പകർന്ന് നൽകിയ ആത്മവിശ്വാസം എന്ന് പറയണം, പകർന്നു തന്ന ആത്മവിശ്വാസം സിനിമ മേഖലയിൽ തുടരാനായിട്ട് അദ്ദേഹത്തിന് പ്രചോദനമായി. അങ്ങനെ വീടിനടുത്തുള്ള പള്ളികളിൽ നിന്നും സ്കൂളിൽ നിന്നും നാടകവും മറ്റ് കലാപരിപാടികളും അവതരിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവസരങ്ങളുണ്ടായി. അവിടെ നിന്നും കിട്ടിയ അവസരങ്ങളൊന്നും തന്നെ പാഴാക്കാതെ അത് കലാപ്രകടനമാക്കി മാറ്റിയിരുന്നു. നാട്ടിലെ വീടിനടുത്തുള്ള പള്ളിയുടെ കീഴിലുള്ള സംഘടനകൾ, കുടുംബ യൂണിറ്റുകൾ, ഇവരെല്ലാവരും തന്നെ ചില അവസരങ്ങൾക്കൊപ്പം ചില അംഗീകാരങ്ങളും ഇദ്ദേഹത്തിന് കൊടുത്തു പോന്നു. അതുകൊണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊന്നും പറയാൻ അദ്ദേഹത്തിനാവില്ല കേട്ടോ. മുറ്റത്തെ മുല്ലയിൽ നിന്നുമാണ് പിടിച്ചുയർന്ന് ഇപ്പോൾ വിദേശത്തേക്ക് പോകാനായിട്ട് കഴിഞ്ഞത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്തയും. അപ്പോൾ അവിടെയൊക്കെ ചിലർ കലാരംഗത്ത് തണലായിരുന്നു എന്ന് തന്നെ വേണം ചിന്തിക്കാൻ. ഇദ്ദേഹത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതോ അതാരാണെന്നറിയണ്ടേ? എടുത്തു പറയേണ്ട വ്യക്തിത്വങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ കൂടിയായ പടിക്കവളി ജോർജ് ചേട്ടൻ, പിന്നെ അഡ്വക്കേറ്റ് PS തോമസ് പോളയിൽ, തോമാച്ചൻ ചേട്ടൻ എന്നാണ് സ്നേഹപൂർവ്വം വിളിച്ചു പോരുന്നത്. മാതാപിതാക്കളുടെ സഹായത്തോടെ തുടർന്ന് പഠിക്കുവാനും കലാരംഗത്ത് പ്രവർത്തിക്കുവാനും ജോലിക്കുമായിട്ട് ഈ ഒരു ദ്വീപ് പ്രദേശം, കായൽ പ്രദേശം കടന്ന് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലേക്കുമുള്ള യാത്രയായി. പിന്നെ അങ്ങനെ വേറിട്ട പാതയിലൂടെ, നിലപാടുകളിലൂടെ എൻ്റെ ഇടം ആർക്കും നിഷേധിക്കാനാവാത്ത വിധം തൻ്റെ ഇടം കണ്ടെത്താൻ, തൻ്റെ ഇടം അത് സാർത്ഥകമാക്കാൻ വിശുദ്ധമായ ലക്ഷ്യങ്ങളോടെയുള്ള യാത്ര. പക്ഷേ അതത്രയ്ക്കൊന്നും എളുപ്പമായിരുന്നോ? ഇല്ല, എളുപ്പമായിരുന്നില്ല, സുഖകരമായിരുന്നില്ല. തീക്ഷ്ണമായ അനുഭവങ്ങളുണ്ടായിരുന്നു, ഹൃദയം പിളർക്കുന്ന തിരസ്കാരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അതിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് ഈ തീക്ഷ്ണമായ അനുഭവ സമ്പത്തുമായി മുന്നേറുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. പിന്നീട് ചലച്ചിത്ര കലാസാഹിത്യ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഒരു ചെറിയ ദ്വീപിൽ നിന്നും വലിയൊരു ദ്വീപിലേക്കുള്ള യാത്ര, അതായത് തൈക്കാട്ടുശ്ശേരി എന്ന സ്വന്തം പ്രദേശത്ത് നിന്നും വലിയൊരു ദ്വീപിലേക്ക്. അങ്ങനെ അദ്ദേഹം താണ്ടിയ വഴിത്താരകൾ ഏകദേശം ഇവിടെ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ. ഓരോ ചിത്രത്തിനും ഓരോ കഥകളാണ് പറയുന്നത്. അപ്പോൾ ഓരോരോ ചിത്രത്തിനും ഓരോരോ നോവിൻ്റെ, കഷ്ടപ്പാടുകളുടെ, തിരസ്കാരത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ, സന്തോഷത്തിൻ്റെയും അതുമാത്രമല്ല അഭിമാനത്തിൻ്റെ കൂടി ചിത്രങ്ങളാണ് ഇവയെല്ലാം. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ ഇദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് പ്ലാസ പിക്ചേഴ്സിൻ്റെ ബഷീറിക്കായിരുന്നുവെങ്കിൽ സിനിമാ മേഖലയിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തിയത് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ പ്രവർത്തിച്ചിരുന്ന തലവടിയിലുള്ള വിനയേട്ടൻ എന്ന മാന്യനായ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് പറയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പോകുമ്പോൾ എൻ്റെ കലാജീവിതത്തിന് തുടക്കമിട്ടത് എൻ്റെ സ്കൂൾ ജീവിതത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച ബഹുമാനപ്പെട്ട ജപ്പാസി സിസ്റ്ററും പനത്തറ വർഗീസ് സാറുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ കിട്ടാതെ പോയത്, അദ്ദേഹത്തെ അറിയുന്ന, അദ്ദേഹം ജീവിക്കുന്ന പരിസരങ്ങളിലുള്ളവർക്ക് കിട്ടാതെ പോകരുതെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് കലാമേഖലയിലേക്ക്, സിനിമാ മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് അവസരം ഒരുക്കുന്നത്. അങ്ങനെ അവർക്ക് കലാപരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അദ്ദേഹം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശീലനവും കലാരംഗത്തുള്ള പ്രവർത്തനങ്ങളും ഒരുപാട് ഹ്രസ്വചിത്രങ്ങളും, അൺബ്രേക്കബിൾ എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം, അതേപോലെ തന്നെ വെബ് സീരീസിൻ്റെ നിർമ്മാണം, അങ്ങനെ ഓരോരോ മേഖലയിലേക്കും കൈ വെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തന രംഗങ്ങൾ, അദ്ദേഹം പ്രവർത്തിച്ചു പോരുന്ന ഇടങ്ങൾ, അദ്ദേഹത്തിൻ്റേതായ വ്യക്തിത്വ പ്രഭാവം, ഇവയെല്ലാം വ്യക്തമാക്കുന്ന കുറേയധികം വർണ്ണചിത്രങ്ങളും അദ്ദേഹം നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അദ്ദേഹം കുറിച്ചു വെച്ചിട്ടുള്ള, അദ്ദേഹം എടുത്തു വെച്ചിട്ടുള്ള 1000-ലധികം ചിത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ നൽകിയിട്ടുള്ള ഏതാനും ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇന്ന് അദ്ദേഹത്തിൻ്റെ കലാമണ്ഡലം പ്രവർത്തനം എവിടെയാണെന്നറിയാവോ? കലാമേഖലയിലെ, അതാണ് കലാമണ്ഡലം എന്നുദ്ദേശിച്ചത്, കലാമേഖലയിലെ പ്രവർത്തനം ഇന്ന് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിലാണ്. അവിടെ സ്വന്തമായിട്ട് മദർ വിഷൻ, അതേപോലെ തന്നെ കങ്കാരു വിഷൻ, ഇങ്ങനെയുള്ള ചില ബാനറുകളുടെ ഉടമസ്ഥാവകാശത്തിൽ നിന്നുകൊണ്ട് പലതരത്തിലുള്ള കലാപരിശീലനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും വെബ് സീരീസും ഷോർട്ട് ഫിലിമും സമൂഹത്തിന് ഗുണകരമായ ചില സന്ദേശങ്ങളും ഇവയെല്ലാം നിർമ്മിക്കുകയും സമൂഹത്തിലേക്ക് എത്തിക്കുവാനായിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്ന ഈ ഒരു കലാകാരന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ
സമർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട ഏതാനും ചിത്രങ്ങളും നിങ്ങൾക്കിവിടെ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്യുവാനായിട്ട് കാണാൻ സാധിക്കും. കുറേയധികം ചിത്രങ്ങളുണ്ട്. അദ്ദേഹം പ്രവർത്തിച്ചു പോന്നിരുന്ന അദ്ദേഹത്തിൻ്റേതായ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു അദ്ദേഹം നിർമ്മിച്ച ജലസ്പർശം കൊതിക്കുന്ന വേരുകൾ. അതുപോലെ തന്നെ നാം അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നിലവിലെ എം പി AM ആരിഫ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ഇദ്ദേഹത്തിൻ്റെ പല ഷോർട്ട് ഫിലിമിലും ശ്രീ AM ആരിഫ് മുഖം കാണിച്ചിട്ടുണ്ട്. നല്ലൊരു അഭിനേതാവാകാനായിട്ട് അങ്ങനെ AM ആരിഫിനും അവസരം ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലാചാരുത പ്രകടമാക്കുന്ന ഒരുപാട് വർണ്ണചിത്രങ്ങൾ നമുക്കിവിടെ കുറിക്കുവാനായിട്ട് സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിച്ച് പോന്നിരുന്ന പലരോടൊത്തുള്ള നമ്മുടെ സമൂഹത്തിലെ അറിയപ്പെടുന്ന പല തലങ്ങളിലുള്ള രാഷ്ട്രീയ തലത്തിലുള്ള കലാരംഗത്തുള്ള അങ്ങനെ പലരുമൊത്തുള്ള വിവിധ ചിത്രങ്ങളെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ ചിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം, ആരും നിസ്സാരനല്ല, ഓരോരുത്തരിലും അവരവരുടേതായ കഴിവുണ്ട്. ആ കഴിവിനെ കണ്ടെത്തുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും ആരും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. നിങ്ങളിൽ ഓരോരുത്തരും ഉള്ള കഴിവ് അത് കണ്ടെത്തുവാനും അതിനെ തേച്ച് മിനുക്കി എടുക്കുവാനും നിങ്ങൾ ആയിട്ട് തന്നെ പ്രവർത്തിക്കുവാനായിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ്. ഇത് ശ്രീ കാവാലം നാരായണ പണിക്കരോടൊപ്പം നിൽക്കുന്ന പിക്കാണ്. അപ്പോൾ സമൂഹത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച് പോരുന്ന പലരോടൊപ്പം കൂടുവാനും അവരോടൊപ്പം എല്ലാം പ്രവർത്തിക്കുവാനും കലാരംഗത്ത് തൻ്റേതായ ഒരു വ്യത്യസ്തമായ ശൈലി ഉണ്ടാക്കിയെടുക്കുവാനും ശ്രീ ജഗദീഷിനോടൊപ്പമുള്ള പിക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനെ കലാരംഗത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് തൻ്റേതായ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കുവാനൊക്കെ മനോജ് K ജയനോടൊപ്പം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ രംഗങ്ങളിൽ കലാരംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് തൻ്റേതായ ഒരു വ്യക്തിത്വം തൻ്റേതായ ഒരു വ്യക്തിമുദ്ര അത് പതിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് ശ്രീ ജോയി K മാത്യു. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ രംഗത്ത് താൻ പ്രവർത്തിക്കുന്ന കലാരംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര ഇനിയും കൂടുതൽ ശോഭമായിട്ട് അല്ലെങ്കിൽ പ്രശോഭിക്കുന്ന രീതിയിൽ കൂടുതൽ വർണ്ണാഭയോടുകൂടി നിലനിർത്തുവാനായിട്ട് കൂടുതൽ ചിത്രങ്ങളുമായിട്ട് കൂടുതൽ നല്ല നല്ല സിനിമകളുമായിട്ട് സമൂഹത്തിനിടയിലേക്ക് വന്ന് പ്രവർത്തിക്കുവാൻ കൂടുതൽ അവസരങ്ങൾ വിദേശത്തും അതേപോലെ തന്നെ സ്വന്തം നാട്ടിലും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. അപ്പോൾ പൗരപ്രമുഖരായ പലരോടൊപ്പമുള്ള ഈ പിക്ചർ ഓരോന്നും നമ്മളിലേക്ക് വെളിച്ചമേകുന്ന കാര്യമെന്തെന്നാൽ അസാമാന്യ പ്രതിഭയുള്ള ഒരു കലാകാരനാണ് ശ്രീ ജോയി K മാത്യു. അതുകൊണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുവാനായിട്ട് കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ AM ആരിഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൂട്ടുകാരനാണ്. ഇദ്ദേഹത്തിനോടൊപ്പം പല ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് രാഷ്ട്രീയ മേഖലയിലും കലാരംഗത്തും നിറഞ്ഞു നിൽക്കുന്ന പലരും, അത് വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരുമായിട്ട് ഒട്ടനേകം ചിത്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്രീ ജോയി K മാത്യു. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുക നിങ്ങൾക്ക് എന്നതാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചത്. ഈ പിക്ചർ ഓരോന്നും നിങ്ങളെടുത്ത് നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിലുള്ള കഴിവെന്ത്, അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിനോടൊപ്പം കൂടുന്ന ആളുകൾ, കലാരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ഇവിടെയൊക്കെ വളരെ സമ്പന്നമായ ഒരു സൗഹൃദവും ഒക്കെ നിലനിർത്തിപ്പോരുന്ന ഒരു മാന്യ വ്യക്തിയാണ് ശ്രീ ജോയി K മാത്യു എന്ന് എടുത്തു പറയട്ടെ. ഓക്കെ, കൂടുതലും ഷോർട്ട് ഫിലിംസാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ മേഖലയിൽ നിറഞ്ഞു നിന്നിരുന്നത് എന്ന് വേണം. അത് സമൂഹത്തിന് നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് ഫിലിംസ് ആണ് നിർമ്മിക്കുവാനായിട്ട് കൂടുതലും. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ എക്സാമ്പിളാണിത്, വറുതിക്കാലത്തെ വസന്തം കണ്ടോ. അതേപോലെ തന്നെ വിശ്വാസം. അപ്പോൾ ഈ വിശ്വാസം എന്ന ഈ ഒരു ഷോർട്ട് ഫിലിം
അത് പ്രധാനമായിട്ടും ലോകത്ത് ആദ്യമായി വിശുദ്ധ സെബാസ്റ്റ്യനോസിൻ്റെ ജീവിതവും അതുപോലെ കുംഭസാരം എന്ന കൂദാശയുടെ പ്രാധാന്യവും വ്യക്തമാക്കുന്ന ഒരു സന്ദേശ ചിത്രമാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തതകളിൽ നിന്നും വ്യത്യസ്തനാമൊരു ഡയറക്ടർ സാർ എന്ന് തന്നെ പറയാം. കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം, അഭിനയം എല്ലാം സ്വന്തം കയ്യിൽ സുരക്ഷിതമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യുകയാണ്. അത് എല്ലാവരും കാണുക. അദ്ദേഹത്തിന് കൂടുതൽ ഈ മേഖലയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് സഹായിക്കുവാനും സ്വന്തമായിട്ട് ഉയരുവാനും എല്ലാം ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം നിങ്ങൾക്ക്, അതായത് എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സമർപ്പിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. താങ്ക് യു സോ മച്ച് അഗെയിൻ.